ഗാസ വെടിനിർത്തൽ കരാറിന് ഇസ്രായേൽ സുരക്ഷാ മന്ത്രിസഭയുടെ അംഗീകാരം. പൂർണ്ണ മന്ത്രിസഭായോഗം വെടിനിർത്തൽ കരാർ അംഗീകരിച്ചു. 32 അംഗ മന്ത്രിസഭയിൽ 24 പേർ കരാർ അംഗീകരിച്ചു. ബന്ദികളെ നാളെ മുതൽ ഘട്ടം ഘട്ടമായി മോചിപ്പിക്കും. ഇതിന്റെ വിവരങ്ങളുമായി ശില്പയാണ് ന്യൂസ് ഡെസ്കിൽ നിന്നും ചേരുന്നത്. ശില്പ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് പ്രിയ. കുറച്ച് നാളത്തെ മാസങ്ങളുടെ വേദനയ്ക്ക് പരിഹാരമെന്ന് നമുക്ക് കരുതാം അല്ലേ? ഇത്രയും നേരം ഞാൻ പറയുകയായിരുന്നു, കുറേ വാർത്തകൾ, ഗൗരവമുള്ള വാർത്തകൾ, ദുഃഖവാർത്തകളൊക്കെ കണ്ടിട്ട് ആശ്വാസം നൽകുന്ന ഒരു വാർത്ത എന്ന് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു കാര്യത്തെ കാണാം. അത് എല്ലാവരുടെയും ആവശ്യമായിരുന്നു, ലോകത്തിന്റെ ആവശ്യമായിരുന്നു. എന്തായാലും വെടിനിർത്തൽ കരാറിനായി ഇസ്രായേൽ സുരക്ഷാ മന്ത്രിസഭയുടെ അംഗീകാരം ലഭിച്ചിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ നീക്കങ്ങളെക്കുറിച്ച് എന്താണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്? പ്രിയ, വളരെ ശുഭകരമായ ഒരു വാർത്ത തന്നെയാണ് ഗാസയിൽ നിന്ന് പുറത്തു വരുന്നത്. നമുക്കറിയാം, നമ്മളെല്ലാം ഗാസയിലെ സമാധാനം പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഗാസയിൽ സമാധാനം പുലരണമെന്നായിരുന്ന ഒരു പ്രതീക്ഷയിലാണ് നമ്മളെല്ലാവരും ഉണ്ടായിരുന്നത്. അതിപ്പോൾ യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. ഈ വെടിനിർത്തൽ കരാർ ഇസ്രായേൽ ക്യാബിനറ്റ് ഇപ്പോൾ അംഗീകരിച്ചിരിക്കുകയാണ്. ഇന്നലെയാണ് ഇസ്രായേൽ ക്യാബിനറ്റ് ഈ ഒരു വെടിനിർത്തൽ കരാർ അംഗീകരിച്ചു എന്നൊരു വിവരം പുറത്ത് വിട്ടിരിക്കുന്നത്. ബെഞ്ചമിൻ നെതന്യാഹു ആണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. നമുക്കറിയാം, 15 മാസത്തോളമായി ഗാസയിൽ ഇസ്രായേൽ വലിയ തോതിലുള്ള വംശഹത്യ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിരവധി ആളുകളാണ് അവിടെ കൊല്ലപ്പെട്ടത്. ഏതാണ്ട് 1.5 ലക്ഷത്തോളം ആളുകൾ ഇതിനോടകം തന്നെ അവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഈ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് ശേഷവും അവിടെ വലിയ തോതിലുള്ള കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഗാസയിലുടനീളം ഇസ്രായേൽ വലിയ തോതിൽ ആക്രമണം നടത്തി 100ഓളം പേർ കൊല്ലപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിൽ രൂക്ഷമായ ആക്രമണമായിരുന്നു അവിടെ നടന്നുകൊണ്ടിരുന്നത്. നമുക്കറിയാം, ആശുപത്രികൾ അടക്കം ആക്രമിച്ചു. അവിടെ ഇപ്പോൾ ഒരു ആശുപത്രി പോലും പ്രവർത്തിക്കുന്നില്ല എന്നൊരു വാർത്ത കൂടിയുണ്ട്. നമുക്കറിയാം, എല്ലാ ആശുപത്രികളടക്കവും അവർ എറിഞ്ഞ ഒരു സാഹചര്യമായിരുന്നു. പിഞ്ചു കുഞ്ഞുങ്ങളെ അടക്കം കൊന്നു തള്ളിയ ഒരു നീക്കമായിരുന്നു ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന്. ക്രൂരമായ കാര്യമായിരുന്നു ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടായ. അത്തരത്തിൽ വലിയ ആശങ്കാജനകമായ വാർത്തകളൊക്കെയായിരുന്നു ഗാസയിൽ നിന്ന് പുറത്തു വരുന്നത്. എന്നാൽ ഇപ്പോൾ ആശ്വാസകരമായ ഒരു വാർത്ത, നാളെയോടുകൂടി വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വരികയാണ്. ഈ ഒരു കരാറിലൂടെ നിരവധി ആശ്വാസകരമായ വാർത്തകൾ ഗാസയിൽ നിന്ന് പുറത്തു വരും. അതിൽ പ്രധാനമായും ഈ ബന്ദി കൈമാറ്റം ഉൾപ്പെടെ ഇസ്രായേൽ ബന്ദികളാക്കിയിട്ടുള്ള ആളുകളെ കൈമാറും. അതോടൊപ്പം തന്നെ ഹമാസും ഈ ബന്ദികളെ കൈമാറും. നിരവധി ആളുകൾ ആദ്യഘട്ടത്തിൽ ഇസ്രായേൽ കൈമാറുക സ്ത്രീകളും കുട്ടികളും അതോടൊപ്പം തന്നെ ഈ വയസ്സായ ആളുകളെയും ഉൾപ്പെടെ കൈമാറ്റം ചെയ്യും. അതിനുശേഷമായിരിക്കും തുടർ തീരുമാനം. അതോടൊപ്പം തന്നെ ഈ അവശ്യ സാധനങ്ങളൊക്കെ കൂടുതൽ അവിടേക്ക് എത്തും. ഈ 32 അംഗ മന്ത്രിസഭയിൽ 24 പേരായിരുന്നു ഇന്നലെ ഈ ഒരു തീരുമാനം അംഗീകരിച്ചത്. അതിനുശേഷമാണ് ഈ ഘട്ടമായുള്ള ബന്ദിമോചനത്തിലടക്കം തീരുമാനമായത്. ഈ വെടിനിർത്തൽ ധാരണയുടെ ഭാഗമായി 600 ട്രക്ക് അവശ്യ സാധനങ്ങൾ അടക്കം ഈ ഗാസയിലേക്ക് കടത്തിവിടാമെന്ന് ഇപ്പോൾ ഇസ്രായേൽ സമ്മതിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കൂടുതൽ ഇന്ധനം അടക്കമുള്ള സൗകര്യങ്ങൾ അവിടെ ഏർപ്പെടുത്തും. നമുക്കറിയാം, ഇപ്പോൾ ഗാസയെ സംബന്ധിച്ച് അവിടെ കൊടും തണുപ്പ് കൂടി രൂക്ഷമായതുകൊണ്ട് സ്ഥിതി കൂടുതൽ വഷളാകുകയാണ്. അവിടെ ഈ തണുപ്പ് മൂലം നിരവധി ആളുകളാണ് കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ തണുപ്പ് കാരണം ഈ യുദ്ധത്തിന്റെ ഭീഷണിയോട് ഒപ്പം തന്നെ ഈ ഒരു തണുപ്പും അവിടെ വലിയ ആശങ്ക പടർത്തുന്നുണ്ട്. കുഞ്ഞുങ്ങളടക്കം ഈ ഒരു വലിയ തണുപ്പിൽ മരിച്ചു വീഴുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ അതിലൊക്കെ ഒരു ആശ്വാസകരമായൊരു വാർത്ത, അവിടെ വെടിനിർത്തൽ കരാർ നാളത്തോടുകൂടി പ്രാബല്യത്തിൽ വരികയാണ്. അവിടെ സമാധാനം പുലരുമെന്ന ലോക ജനത ആകെ ഉറ്റുനോക്കുകയാണ്. അവിടെ സമാധാനം പുലരാൻ വേണ്ടിയുള്ള കാത്തിരിപ്പായിരുന്നു. ഏതാണ്ട് നാളെയോടുകൂടി ഈ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വരുന്നതോടുകൂടി ആശ്വാസകരമായ ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. ശരി, എന്തായാലും ഗസയിൽ സമാധാനം പുലരട്ടെ. വെടിനിർത്തൽ കരാർ അത് പ്രാബല്യത്തിൽ വന്നിരിക്കുന്നു, ഘട്ടം ഘട്ടമായി നടപ്പാക്കാൻ പോകുന്നു. നാളെ മുതൽ തന്നെ അതിനുള്ള നടപടികൾ ആരംഭിക്കാൻ പോകുന്നു എന്നുള്ള ഏറെ സന്തോഷമുള്ള ശുഭവാർത്ത അതുതന്നെയാണ് നമ്മളെയൊക്കെയും ആശ്വസിപ്പിക്കുന്നത്. കേൾക്കുമ്പോൾ സന്തോഷം തരുന്ന ഒരു കാര്യം. അങ്ങനെ തന്നെ ആകട്ടെ എന്നാണ് പറയാനുള്ളത്.